നമസ്കാരം, ഞാൻ മൃണാൾ. ഈ കട കണ്ടുപിടിക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ജസ്റ്റ് ഇറങ്ങുമ്പോ തന്നെ അതായത് ഷർപ്പൂർ മൈക്കുറ്റിയിൽ കഴിഞ്ഞ് കഴിയുമ്പോ റൈറ്റ് സൈഡിലേക്ക് യൂ ടേൺ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴി പോകുന്നുണ്ടോ? ആ വഴിയല്ല ഒത്തിരി നടക്കല്ല, കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പറഞ്ഞു. ഈ വഴി അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എന്നെ കണ്ടേ? അതായത് അവിടെ ഒരു വഴിയുണ്ട്, താഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, എനിക്കറിയാം. പെട്ടെന്ന് ഓർമ്മ നമ്മ അയൽക്കുറ്റി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്, അതല്ല അവിടുത്തെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരുമ്പോ. ഓക്കെ, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോ ശരിയാണ്, ഒരു യൂ ടേൺ ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ ഓപ്പോസിറ്റ് ഒരു വഴി, ഒരു ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കട. ഒരു ടാർപോളിനിട്ട കട. അതന്നെ പോയി മോനെ. അപ്പൊ ഞാൻ കഴിച്ചിട്ട് ഓക്കെ സാർ, ശരി. എന്റെ പേര് എന്റെ പേര് അടിയിലെഴുതി നോക്കിയ സ്വന്തം പേരാണ് കടക്ക്. ഒരു കടക്ക് പേരിടുമ്പോ അങ്ങനെ തന്നെ പേരിടും. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇവിടെ എന്തൊക്കെ കഴിക്കാനുള്ളത്? കഴിക്കാൻ കോഴിയിറച്ചിണ്ട്, താറാവിറച്ചിണ്ട്, പോത്തിറച്ചിണ്ട്, പോർക്കിറച്ചിണ്ട്, ആട്ടിറച്ചിണ്ട്, ആടിന്റെ ലിവർ ഉണ്ട്, നാടൻ കോഴിയുണ്ട്, സാധാ കോഴിയുണ്ട്. ഞങ്ങൾക്ക് തരാണ്ട് ചേട്ടൻ വിടോ, ഞങ്ങൾ ഇവിടെ തരാം. എന്റെ പേര് സലേഷ്. സലേഷ് ആണാ? എന്താ പേര്? അരുൺ. അവനെ കൊണ്ട് 7 ഇട്ടത് ആടിന്റെ ബോട്ടിയാ? ആടിന്റെ പോട്ടിട്ട് പൊളി സംഭവം. ബോട്ടിങ്ങനെ വട്ടം വട്ടമായിട്ടില്ലേ ഉണ്ടാവും? അത് പൊട്ടി നുറുക്കിയല്ലേ? അത് നമ്മുടെ നുറുക്കല് വേറെ, അതല്ല ടേസ്റ്റ്. വട്ടമൊട്ടായ ടേസ്റ്റ് ഇല്ലല്ലോ. ഇത് പോത്തിന്റെ പോട്ടി, ഇതൊന്നും നമ്മൾ തന്നെ നുറുക്കണതാണ്, അല്ലാണ്ട് അതൊക്കെ. ഇത് ആടിന്റെ തല, ഒന്നും വെറുതെ വിടൂല അല്ലേ? ലിവർ വേറെ ഉണ്ടാവും അല്ലേ? ആടിന്റെ ലിവർ കേട്ടോ. ആടിന്റെ മല്ലിയില തവളി വേണ്ട. ഇതിനെന്താ വില? 100 രൂപ. 100 രൂപ. ഇത്രയും കപ്പയും ഒരു സാധനം. ആടിന്റെ ലിവർ ആകുമ്പോ 150 രൂപ കേട്ടോ. ആട്ടിറച്ചി ആകുമ്പോ അതിൽ വേറെ കാശ്. അതൊക്കെ 700 രൂപയല്ലേ കിലോ? 700 രൂപയാണ് ഇപ്പൊ ആടിന് വില. ആട്ടിന്റെ വില 1 കിലോ നമ്മൾ മേടിച്ച് വളർത്തണായിരിക്കും ലാഭമല്ലേ? ഞാൻ എല്ലാവരും തീറ്റി ഞാനല്ല പഠിപ്പിച്ചല്ലേ. ഒരു വെള്ളക്കാരൻ വന്നിട്ടുണ്ടായി അമേരിക്കയിൽ നിന്ന്. വെള്ളക്കാരൻ അമേരിക്കയിൽ നിന്ന്? അവനെ ഞാൻ ഓടിച്ചു. ഞാനവനെ അല്ലെ, വെള്ളക്കാരൻ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ഇത് ബീഫ് ഇട്ടേട്ടാ. ഇത് മിക്സിംഗ് ഇല്ല, ഇത് ഡയറക്റ്റ് ആയിട്ട് അതൊക്കെ മിക്സിംഗ് ആണ്. ഞങ്ങളുടെ വീട് എവിടെയാ? റോഡിന്റെ ഇപ്പുറത്ത് തന്നെ. ഇവിടെ തന്നെ കുറുമാലി തന്നെ നമ്മുടെ ഏരിയ ആണ്. നമ്മുടെ സ്ഥലം. ഇതെന്തിനാ ഈ കയ്യിലിന്റെ അറ്റത്ത് പിടിക്കണം? ഇങ്ങനെ പിടിക്കണം. വീട്ടില് ഇതാണ് നമ്മുടെ എയിം. നമുക്ക് എയിം ഇതല്ല. ഇവിടെ പിടിച്ചാൽ നമുക്ക് എങ്ങനെ എയിം കിട്ടുക? ഇവിടെ കിട്ടിയാൽ നമുക്ക് എയിം കിട്ടില്ല. നമുക്ക് ഇവിടെ പിടിച്ചാലേ ഇതിങ്ങനെ ചെറുതായിട്ട് നുറുക്കാൻ നിങ്ങൾ ആളെ വെച്ചിട്ടുണ്ടോ? ഒരാളും ഒക്കെ നമ്മൾ തന്നെ. ഒരാൾക്ക് ഇതിന്റെ അടയിലേക്ക് ഒരാളെ ഞാൻ കൈയടത്തില്ലേ, ഒക്കെ നമ്മൾ തന്നെ. അല്ല, അപ്പൊ എപ്പോ തുടങ്ങും ഇത്? രാവിലെ 12 മണിക്ക് തുടങ്ങും. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങും ഈ നുറുക്കലും പരിപാടിയൊക്കെ? ഇവിടെ തന്നെയാണോ എല്ലാം ഉണ്ടാക്കുന്നത്? ഇവിടെ ഉണ്ടാക്കിയ ആൾക്കാര് തിന്നില്ലേ? വെള്ളം കോരി കൊണ്ടുവരാൻ പറ്റുമോ? ഈ ആടിന്റെ ബോട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല ചേട്ടാ. ഇതൊക്കെ വെച്ചാൽ കഴിക്കില്ല. പിന്നെ തലയുണ്ട്, ഇറച്ചിയുണ്ട് കേട്ടാ. പോർക്കിന്റെ ഒരു കളറും 120 കേട്ടാ. ഈ വില അറിഞ്ഞില്ല എന്നാണ്. വിലയല്ലല്ലോ പ്രശ്നം, അത് കിട്ടണ്ടേ? ആന്ന് ഇത് ആരെങ്കിലും ഉണ്ടാക്കി തരണ്ടേ? വേറെ കടവല്ലോ അറിയോ ഇത് ഉണ്ടാക്കി തരണേ? ഞാൻ മദ്രാസിൽ നിന്ന് ഇത് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നില്ലേ? ഇയാള് വിശ്വസിക്കില്ലേ? ഞാൻ ഇന്നലെ മദ്രാസിലായിരുന്നു, ഡ്രൈവ് ചെയ്തിട്ട് വന്നേക്കണം.
എന്നോട് പറഞ്ഞു കുറെ കാര്യങ്ങള്. സോവിനല്ലേ? സോവിൻ സ്നേഹം കൊണ്ട് കള്ളം പറയുന്ന അല്ല കള്ളൊന്നല്ല കേട്ടോ. അവൻ പറഞ്ഞു അവൻ കാര്യം പറഞ്ഞു. അവന്റെ കൂട്ടുകാരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാണ് പറയും. ലിവർ കൊള്ളി കുറച്ച് ലിവർ കൊള്ളി, കുറച്ച് മതി, ടേസ്റ്റ് മതി. അതിൽ നിന്ന് തുടങ്ങാം അല്ലേ? കരളാണല്ലോ എല്ലാത്തിൻ്റെയും. എന്റെ കരളേന്നല്ലേ അത് നമുക്ക് എല്ലാം കഴിക്കണ്ടേ? അതിന് കണക്കായിട്ടില്ല ലിവർ. മതിയാവും മതിയാവും മതിയാവും. ഇത് തന്നെ കഴിക്കുമ്പോ നമ്മളൊരു കഴിക്കാം. ലിവർ നീ കഴിക്കണ്ട, ഞങ്ങൾ കഴിച്ചുള്ളൂ. ഇവിടെ അവരൊക്കെ ഇല്ലേ, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. എല്ലാരും കൂടെ കഴിച്ചിട്ട് തീർക്കുന്നെ. സംഭവം കാശ് എത്ര വെച്ച് ഞാൻ പോക്കറ്റിട്ടുണ്ട്, ഒന്നും പെടിയാക്കി. കാശിന്റെ കാര്യം പറയുന്ന പറയണോട്. കാശിന്റെ കാര്യം പറയേ ചെയ്യരുത്, കാരണം ഞാൻ തരും. അല്ലാണ്ട് അവനോട് അവൻ പറഞ്ഞു എന്നോട് എന്ത് കാശിന്റെ കാര്യം ചോദിക്കരുത്. ആ എന്താ അവ അങ്ങനെ എന്നോട് പറഞ്ഞ. അവനങ്ങനെ പലതും പറയും. അവനെന്താ പറയുന്നത്? കറക്റ്റ് ആടിന്റെ ലിവർ തന്നെയാണ്. എന്നോട് സോവിൻ പറഞ്ഞത് പോർക്ക് കഴിക്കാനാണ്, പക്ഷെ ആടിന്റെ കരളും ഉണ്ടെന്ന് കേട്ടാൽ എങ്ങനെ പോർക്ക് കഴിക്കാം? വലിയൊരു പോർക്കിനോട് ചെറുത്, സ്മോൾ. ഇതിൽ ഉള്ളിയില്ല. പോർക്ക് ഈ പോർക്കിന് എന്താ തോന്നുന്നുള്ളത്? സാധാരണ എല്ലായ്പ്പോഴും കറുത്ത കളറിൽ ഉണ്ടാവും. മറ്റേ ഇതില്ലേ നമ്മള് കുരുമുളകല്ല, കുരുമുളക്, ജീരകം, പിന്നെ മറ്റേ മുളകില്ല മുളക് പൊടിനെ കാശ്മീരിയോ? കാശ്മീരി മുളക് പൊടി അതൊക്കെ ഉപയോഗിക്കുന്നു. ചില്ലി ആക്കിയിട്ട് എടുക്കണം. ഇത് വാരി നമ്മൾക്ക് വെളിച്ചെണ്ണ പുറത്ത് ചില്ലി പുറത്തായി അറിയില്ലേ? ഇത് ആൾക്കാർക്ക് നോട്ടം. എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, അതുകൊണ്ട് അറിയില്ല. വീട്ടിലാരൊക്കെ ഉണ്ട് കണ്ടേ? ഭാര്യ, മോള്, മോൻ. മോളെന്ത് ചെയ്യുന്നു? മോള് പഠിക്കുന്ന കല്യാണമാണ് അടുത്ത ജനുവരി 23-ാം തീയതി. അപ്പൊ നമ്മള് വിളിക്കാണ്ട് നിങ്ങൾ മോളെ കല്യാണം നടത്തുക? ഇയാള് ശരിയല്ല കേട്ടാ. ജനുവരി 23 മോളുടെ കല്യാണം. അന്ന് കംപ്ലീറ്റ് കപ്പി പോർക്കും ആണ് നാട് മുഴുവൻ. സുഖമായിട്ട് പായസവും ചോറും. പായസം ചോറാണ്. ഞാൻ കണ്ടില്ല. എനിക്ക് എന്റെ സ്പൂൺ ഉണ്ട്, സ്വന്തമായിട്ട് സ്പൂൺ ഉണ്ട്. എനിക്ക് എന്തിനാ നിങ്ങളുടെ സ്പൂൺ? ഓർക്കേ സോഫ്റ്റ് ആണെന്നറിയോ? പോർക്കിന്റെ ഫാറ്റും ആണോ മോനെ? ഈ മല്ലിയിലയും ഉള്ളിയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് മാജിക്ക്. ഇത് പോർക്കിൻ്റെ ഫാറ്റാകുന്നു. അവിടെ നിൽക്കടാ. പണ്ട് നമ്മുടെ ബോബനും മോളിൽ ഉപ്പായി മാപ്പിളയോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഫാറ്റ് കഴിക്കരുത്, നിങ്ങൾ ഇത്തിരി ഫാറ്റ് വെച്ച് തടിയിട്ടായി കഴിഞ്ഞാലേ ഹാർട്ട് അറ്റാക്ക് വരുന്നു. ഉപ്പായി മാപ്പിള പറഞ്ഞു, ഞാൻ എങ്ങനെ ശരിയാവുക? ഇത്രയും ഫാറ്റുള്ള പോർക്കിന് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടോ? പിന്നെ എങ്ങനെ നമുക്ക് വരിക? ഇത്
ആട്ടിറച്ചി വേണം. എടുക്ക് എന്നിട്ട് വേണ്ട ആട്ടുന്നല്ലേ ആട്ടിറച്ചി പറയുക നല്ല പറയാം. ആട്ടിറച്ചി എടുക്ക്. നമ്മൾ ഓരോന്നോരോന്ന് കഴിക്കല്ലേ. ആഹാ, മട്ടട്ടാ ഒറിജിനൽ മട്ടൻ, ഒറിജിനൽ മട്ടൻ തന്നെയാ. നാടൻ മട്ടൻ. നാടൻ മട്ടൻ. ഇപ്പൊ തന്നത് ലിവറും നാടൻ തന്നെയാ. അവിടെ ഇരുന്നോണം. ആഹാ, സ്വഭാവമുള്ള സംഭവം ഒന്നുമില്ല. നമ്മളിതിപ്പോ ഇത്രയും മേടിക്കണ്ടല്ലോ. അപ്പൊ ഇത് ഇവരാണ് കഴിക്കണത്. ഒന്ന് കംപ്ലീറ്റ് ശരിയാക്കി തരാം. This is mutton, original mutton. നമ്മളിനി ചെയ്യേണ്ടത് എല്ലില്ലാത്തൊരു മട്ടൻ്റെ പീസ് ദേ, എല്ലില്ലാത്തൊരു കൊള്ളിയുടെ പീസ് ദേ, ഉള്ളി. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. കണ്ടോ, കപ്പയും ഉള്ളിയും മല്ലിയിലയും. ഇത് ടേസ്റ്റാ പറയാം. വെജിറ്റേറിയൻ ഫുഡ്, വെജിറ്റേറിയൻ ഫുഡിന് ടേസ്റ്റ് കൂടും. ഈശ്വര എല്ലുള്ള മട്ടൺ. ആടിന്റെ ലിവർ, ആടിന്റെ തല, ആടിന്റെ ബോഡി. ഇതാണ് പ്യുവർ വെജിറ്റേറിയൻ ഫുഡ്. മല്ലിയില, കറിവേപ്പില, കപ്പ, ഉള്ളി. മഴ എന്നാ വാടാ, വെള്ളം കുടിക്കും. വെള്ളം ആന്ന് 80 രൂപ. 80 രൂപ. പോത്തിന്റെ ബോട്ടി കേട്ടോ. ആടിന്റെ ബോട്ടി എത്ര വില? ആടിന്റെ ബോട്ടി 100 രൂപ. ബീഫ് എന്ന് പറയുന്നത് നമ്മള് ഇതിൽ മാത്രമേ തേങ്ങ കൊത്തിട്ടുള്ളൂ. പോത്തിറച്ചില് തേങ്ങാക്കൊത്ത്, ആടിന്റെ ബോട്ടില് തേങ്ങാക്കൊത്ത്, ആട്ടിറച്ചില്, താറാവിറച്ചില്, നാടൻ കോഴില്, അങ്ങനെയൊക്കെ പോകും. അപ്പൊ ഞാൻ ഇതിലെ കഴിച്ചതിലൊന്നും തേങ്ങ കൊത്തില്ല. അതില്ല, അതിലില്ല. മറ്റേ ആട്ടിറച്ചിലുണ്ടാവും. വഞ്ചനാപരമായ നിലപാടായി പോയി. ആട്ടിറച്ചിലുണ്ടാവും. കിട്ടീൻ്റെ അതില് വാരി തേങ്ങക്കൊക്കെ എന്താ വില അല്ലേ? എന്ത് വിലയായാലും നമ്മള് ശരിയാക്കും. നമുക്ക് പ്രശ്നമല്ല. എന്ത് വിലയായാലും ആൾക്കാർ അല്ല, അപ്പോഴേ ഈ ആടിനൊക്കെ ഇങ്ങനെ വില കൂടുമ്പോ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. 10 പൈസ 2000 രൂപ ഒരു കുറ്റി ഗ്യാസിന്റെ വില കേട്ടാ. 800 രൂപയുടെ സാധനം കേട്ടാ. നമ്മളെ വലുതാക്കി കൊണ്ടുവരും. കക്കൂസ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി എന്തിനാ ഒരു കുറ്റി ഗ്യാസും കൊണ്ട് വരായിരുന്നു, തെറിയേക്കണ്ടായിരുന്നു. കൊള്ളി വേണം, കൊള്ളി വേണം. കുറച്ച് മതിട്ടാ കൊള്ളി. ആ അതെ, നമ്മൾ ഈ കഴിക്കുന്നതൊക്കെ ഇവിടെ സാധാരണ കിട്ടുന്നതിന്റെ 4-1 കേട്ടോ. അത് ഇത്രേ ഉള്ളൂ. അങ്ങനെ തേങ്ങാക്കൊത്ത് എടുത്തോണ്ട് വരുന്നുണ്ട്. തേങ്ങാക്കൊത്ത് പൂഴ്ത്തി വെച്ചിരിക്കുക. ഇവിടെ ശുപാർശ കത്തൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാക്കൊത്ത് കിട്ടും. നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. ആ ഗ്രേവിയേ, ആ സ്പൂൺ എൻ്റെ കയ്യിലുണ്ട്. താങ്ക് യു. വാ, നമുക്ക് രണ്ടുപേരും ഇതൊരു പാർട്ട്ണർഷിപ്പ് പരിപാടിയിലാണ്. കാരണം ഇതെല്ലാം കൂടെ ഞാൻ കഴിച്ചു കഴിഞ്ഞാലേ ഞാൻ ഒരു വഴിക്കാവും. സാറ് ഞങ്ങൾ ഇത്രയും വിളിച്ച വെറുതെ വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് കഴിച്ചിട്ട് വന്നിട്ടാ. കഴിക്ക്, കമോൺ. പക്ഷെ ഇത്രയും വലിയ പണി കിട്ടുന്ന പ്രതീക്ഷിച്ചില്ല. പോത്തറിച്ചല്ലേ? ആ അപ്പം ഞാൻ കഴിച്ചതാ. നല്ലതല്ലേ? അതെ, ഇത് തേങ്ങ കൊത്തും. ചെറുപ്പം മുതലേ ഇവിടെ വരുന്നു. ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് വരാൻ ലീവിന് വരാണെങ്കിൽ ഫസ്റ്റ് ഇവിടേക്ക് വരാൻ ഫസ്റ്റ് കിട്ടും. വീട്ടിൽ അവിടെ എത്ര കഴിച്ചാലും ഇവിടുത്തെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഗൾഫിൽ എവിടെയാ?
ഞാൻ മസ്കറ്റിലായിരുന്നു. ആണോ? അവിടെ നിന്ന് വരുമ്പോൾ ആദ്യം വരുന്നത് പിടിക്കാം. നമ്മൾ ശബരിമലയ്ക്ക് പോയിട്ട് നൊയമ്പറക്കണ പരിപാടിയില്ലേ, അതുപോലെ ഇവിടെ വന്നിട്ട് നൊയമ്പറക്കണം. ഉള്ളി മല്ലിയലി മറക്കരുത്, അതാണ് മെയിൻ. മഴ, ലോറി, പോർക്ക്, ബീഫ്, ഇതൊന്ന് ചെറുതായി പിടിച്ചേ. താങ്ക് യു. അത് ഇതുണ്ടല്ലോ, രണ്ട് ബ്രെഡിൻ്റെ സ്ലൈസിൻ്റെ ഇടയിൽ വെച്ച് പിടിച്ചാണ്ടല്ലോ, എന്തൊരു മാദകമായ മണം. ബ്രെഡിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാക്കാം. പണ്ട് കാലത്ത് ഇറച്ചി കച്ചവടമല്ലോ, ബ്രെഡ് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ള മുട്ട ബ്രെഡ് വെച്ചിട്ട് ഒഴിച്ചിട്ട് ഉള്ള പരിപാടി വലിയ അച്ചാറാണ്. പാർസല ഇറച്ചി കഴിക്കാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇറച്ചി കഴിക്കാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓടിച്ചു വിടുമോ? ഒന്നുമില്ല, ഞാൻ ഓടിച്ചൊന്നും വിടില്ല. ഞാൻ പറയാം ഇറച്ചുള്ളവിടെ ഇറച്ചിയുള്ളൂ ഒന്നുമില്ലാന്ന് പറയും. അപ്പം മാത്രമായിട്ട് കൊടുക്കുമോ? അപ്പൊ ആളെന്ന് പറയും ഒരു ഓംലേറ്റ് തരാൻ പറ്റും, ഓംലേറ്റ് കൊടുക്കും. ഇറച്ചി കഴിക്കാത്ത ആളെങ്ങനെ ഓംലെറ്റ് കഴിക്കണേ? അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അതുണ്ട്, ന്യായം. പൂണൂലൊക്കെ ഇട്ടിട്ട് കോഴിയുടെ കഷ്ണം കഴിക്കും, ചാറ് വേണ്ട. പൂണൂലിട്ടിട്ട് കോഴിയുടെ കഷ്ണം കഴിക്കും, ചാറ് വേണ്ട. ഞാൻ തമാശ പറഞ്ഞല്ല, ഞാൻ കാര്യം പറഞ്ഞല്ല, നോണ പറഞ്ഞല്ല. ഒരു ബോട്ടിംഗ് ഒരു ബീഫും ഓക്കെ ബൈ നോക്കിയാ 750 ചിരിയാ നോക്ക്, അതിനുള്ള കുരുമുളക് ഇട്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. ഇല്ല, പറഞ്ഞോട്ട്. ഓ പിന്നെ നമുക്കൊരു തിരക്കൂല. അല്ല അവനെ പറഞ്ഞയക്കണൊന്നും. അല്ല, അവനെ പറഞ്ഞേക്കരുത്, സാധനം വേണേ കൊടുത്തോ. യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടല്ലോ. ഈ നാടൻ കോഴി മാത്രമാണ് ഇവിടെ വറുത്തരച്ച് വെച്ചതുള്ളത്. ഇതിന് ഡിഫറെൻറ്റ് ടേസ്റ്റാ. നോക്കത്തോ, ഒരുപാട് എണ്ണം ട്രൈ ചെയ്തു. അവിടെയുള്ള എല്ലാവരും എൻ്റെ പ്ലേറ്റിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് ബാക്കി വന്ന ഭക്ഷണം സന്തോഷത്തോടെ കഴിച്ച് സഹായിച്ചു. എന്നിട്ടും താറാവ് കഴിക്കാൻ പറ്റിയില്ല, നാടൻ കോഴി അല്ലാതെ സാധാ കോഴി കഴിക്കാൻ പറ്റിയില്ല, പലതും കഴിക്കാൻ പറ്റിയില്ല. ഇതാണ് സോവിൻ. ഇങ്ങേരാണ് ഈ കടേനെ പറ്റി എന്നോട് പറഞ്ഞതും നേരത്തെ വഴി പറഞ്ഞു തന്നതും. BMW കൊച്ചിയിൽ. അപ്പോൾ ഇനി ഒരു തവണ വരാം, ബാക്കി കഴിക്കാം.